ജെയ്മെയിൻ ആദ്യ സെഷൻ ഫലം പ്രഖ്യാപിച്ചപ്പോൾ അഭിമാനകരമായ നേട്ടവുമായി ബെർലിൻ സ്റ്റഡി സെന്റർ 2026 ബെർലിനിന്റെ കേരളത്തിലുള്ള എല്ലാ സെന്ററുകളിലും ഉയർന്ന പെർസെന്റൈൽ സ്കോർ കരസ്ഥമാക്കിയാണ് വിദ്യാർത്ഥികൾ 2026 ജെയ്മെയിൻ നേട്ടത്തെ വരവേറ്റത്. ഇന്ന് അതിൽ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ ബെർലിൻ സ്റ്റഡി സെന്ററിന്റെ ക്യാമ്പസിൽ നിന്ന് 99% സ്കോർ നേടിയ വിദ്യാർത്ഥികളിലേക്കാണ് ഈ വീഡിയോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 99.97% കേരളത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ കിഷൻ ശിവദാസ് ഉൾപ്പെടെ വിജയികൾ ട്രിവാൻഡ്രം ക്യാമ്പസിലേക്ക് കടന്നുവരുന്ന രംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. തങ്ങളെ നോക്കി നിൽക്കുന്ന നൂറുകണക്കിന് സഹപാഠികൾക്കും ബെർലിൻ ടീമിനും ആത്മവിശ്വാസം പകർന്നുകൊണ്ട് വിജയ കിരീടം ചൂടി അവർ നടന്നു വന്നപ്പോൾ ക്യാമ്പസ് ഒന്നടങ്കം ആവേശത്തിലായി. മുകളിൽ സ്കോർ കരസ്ഥമാക്കിയ പ്രതിഭകളെ ബെർലിൻ ഡയറക്ടർ സെബാസ്റ്റ്യൻ സാർ ആദരിച്ചു. ഏറ്റവും ബഹുമാന്യരായ പേരൻസ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ജെയ്മെയിൻ എക്സാമിന് നമ്മുടെ തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് ഏറ്റവും നല്ല വിജയം നേടിയ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ചെറിയൊരു ആദരവ്. യഥാർത്ഥത്തിൽ ഈ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ തന്നെയാണ്. അവരുടെ കഷ്ടപ്പാടും അവരുടെ പരിശ്രമമാണ്. ഞങ്ങളതിനകത്തൊരു ബ്രില്യൻ്റ് എന്ന് പറയുന്നത് അതിനകത്തൊരു ഭാഗവാക്കായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇവർ ഏറ്റവും മിടുക്കരായിട്ട് രാജ്യത്തിനും സമൂഹത്തിനും എല്ലാവർക്കും ഏറ്റവും മിടുക്കരായിട്ട് തീരട്ടെ എന്നുള്ള ആശംസകളും പ്രാർത്ഥനകളുമൊക്കെ നേരുന്നു. അതോടൊപ്പം നമ്മുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെയ്മെയിൻ എക്സാമിന് കേരളത്തിലെ സെക്കൻഡായിട്ട് വന്ന കിഷനാണ് ഈ നിൽക്കുന്നത്. കിഷൻ്റെ പ്രത്യേക ഒരു അഭിനന്ദനം. നന്നായിട്ട് പോരാടി തിരുവനന്തപുരം സെൻറ്ററിൻ്റെ അഭിമാനമായ കിഷനും കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. സ്വന്തം മക്കളുടെ ഈ അവസ്മരണീയമായ നേട്ടം നേരിൽ കാണാനെത്തിയ മാതാപിതാക്കളുടെ കണ്ണുകളിലെ അഭിമാനവും സന്തോഷവും വാക്കുകൾക്കതീതമാണ്. തങ്ങളുടെ മക്കളിൽ കണ്ട സ്വപ്നങ്ങൾ ബെർലിനിലൂടെ യാഥാർത്ഥ്യമായപ്പോൾ ആ രക്ഷിതാക്കൾക്ക് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായി മാറി. 99% സ്കോറിന് മുകളിൽ നേടിയ എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് മധുരം പങ്കുവച്ചു. മോഡൽ എക്സാം സമയത്താണ് മാത്സ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത്, ഏറ്റവും കൂടുതൽ PYQ ചെയ്തത്. അങ്ങനെ മാത്സ് നന്നായി വന്നത്. ഫിസിക്സും കെമ്മും ഞാൻ ലെസ് ഫോക്കസ് ആണ് ചെയ്തത്. കെം തിയറി വായിക്കും, ഫിസിക്സ് തിയറി വായിക്കും, ക്വസ്റ്റ്യൻസ് ചെയ്യും, അങ്ങനെയൊക്കെ മാത്രം. പക്ഷെ മാത്സ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തത് ആ ഒരു മോഡൽ എക്സാമിൻ്റെ സമയത്താണ്. അപ്പോൾ ഒരാഴ്ചയിൽ സാറ്റർഡേ എക്സാം ഉണ്ടെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ഞാൻ മെയിൻലി ചെയ്യുന്നത് മാത്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മാത്സ് ഒരു 14-15 ക്വസ്റ്റ്യനിൽ നിന്ന് 20-21-22 ക്വസ്റ്റ്യൻ. ഓക്കെ, ബെർലിൻ്റെ ആ ഒരു നിങ്ങളിലേക്ക് എത്തിയ ഒരു കോർഡിനേഷൻ അതെങ്ങനെയായിരുന്നു? വളരെ നല്ലതായിരുന്നു. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഉടനെ തന്നെ വിളിച്ചാൽ കിട്ടും, ഉടനെ തന്നെ റെസ്പോൺസ് ഉണ്ട്. വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ടൈം മാനേജ്മെന്റ് ആയിരുന്നു. അപ്പം അവസാനത്തെ എക്സാമിന് എനിക്ക് അത്രയും ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക്
അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റി. പക്ഷേ അത് മെയിൻലി ഞാൻ പഠിച്ചത് ബ്രില്യൻ്റ് എക്സാംസിൽ നിന്ന് തന്നെയായിരുന്നു, എല്ലാ മോഡലിൽ നിന്നും ഒക്കെ തന്നെയായിരുന്നു. അപ്പം നമ്മുടെ സാറുമാരും ഒക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മൾ ടോപ്പിക്സ് റിവൈസ് ചെയ്യണം, അതേപോലെയൊക്കെ ചെയ്യണം. പക്ഷേ എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. സോ എനിക്ക് മോഡൽ എക്സാംസ് മെയിൻലി ബെനിഫിഷ്യൽ ആയത് റിവൈസ് ചെയ്യാനായിരുന്നു. ടോപ്പിക്സ് ഒക്കെ നന്നായിട്ടൊന്ന് കവറപ്പ് ചെയ്യാൻ പറ്റി, മെറ്റീരിയൽസ് ഒക്കെ റെഫർ ചെയ്യാൻ പറ്റി. ബ്രില്യൻ്റിലെ പിന്നെ ലൈബ്രറി ഒക്കെ എനിക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. കേരളത്തിലുടനീളമുള്ള ജെഇ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചരിത്രപരമായ മുന്നേറ്റമാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ ഈ വർഷവും കാഴ്ചവെച്ചിരിക്കുന്നത്. ബ്രില്യന്റിന്റെ മറ്റെല്ലാ ക്യാമ്പസും പോലെ തിരുവനന്തപുരം ക്യാമ്പസും ഈ വിജയഗാഥയിൽ വലിയൊരു പങ്ക് വഹിച്ചു എന്നത് ഏറെ അഭിമാനം നിറഞ്ഞ നേട്ടമാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.